ഹേ ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു പൊമ്മി അപ്പോ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് എൻ്റെ അപ്പമംഗലം മോർണിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് നൈറ്റത്തെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, മെഹന്തി വെക്കുന്ന കാര്യങ്ങളും പിന്നെ കേക്ക് കട്ടിങ്ങും പിന്നെ അപ്പം ബായിക്കിടുന്ന സെറമണി എല്ലാം അത് കാണാം. അങ്ങനെ മെഹന്തി വെച്ചിട്ട് തീരെ ഉറങ്ങിയിട്ടേ ഇല്ല. ആ ഒരു ഡേ തന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ല. 24 hours ഉറങ്ങാത്ത എൻ്റെ ഫേസാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടുള്ളത്. ഞാൻ തീരെ ചിലങ്കിൽ കുറച്ച് പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അതിൻ്റെതായ ഡാർക്ക് സർക്കിളും ഇതെല്ലാം വന്നിട്ടുണ്ടായി. അല്ലെങ്കിൽ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നേരെ വർക്കില്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ട്. അപ്പോൾ എൻ്റെ കസിനാണ് എനിക്ക് മെഹന്തി എല്ലാം വെച്ചത്. അപ്പോൾ അത് നേരെ ഉണങ്ങാൻ ഞാൻ പൊട്ടിട്ടുമില്ല. പിന്നെ വർക്കില്ലാത്തതുകൊണ്ട് തന്നെ ഒരു വോമിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ആയി. ചിലങ്ങനെ ഞാൻ നേരെ അപ്പം തിന്നിട്ടില്ല. അപ്പോൾ അപ്പം തിന്നിട്ടാകുമ്പോൾ തന്നെ വോമിറ്റിംഗ് ആയി. എന്നിട്ട് ഫുള്ള് ടയർഡായിട്ടാണ് ഞാൻ ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് പോകുന്നത്. അപ്പോൾ എൻ്റെ ഒക്കെ അപ്പവും കസിനും വന്നിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ അടുക്ക ഓരോ ഫ്ലാറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളെ പ്ലേസ് ഉപ്പളല്ലേ. അപ്പോൾ ഓരോ പ്ലേസ് കാസർഗോഡ്. ബിഗ് മേക്കോറാണ് എൻ്റെ അന്നത്തെ ഡേ എന്നെ കംപ്ലീറ്റ് ആക്കി തന്നത്, മേക്കപ്പ് എല്ലാം സെറ്റാക്കി തന്നത്. എനിക്കും ഫാമിലിക്കും എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്കും നല്ലോണം ലൈക്ക് ആയിനി. പിന്നെ അവിടെ നിന്ന് പോയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവിടെ ഒരുങ്ങിയ പിന്നെ എടുത്തിന്. പിന്നെ ജസ്റ്റ് ക്ലിപ്പ് എടുക്കാൻ ഞങ്ങൾക്ക് മറന്നു. ഇനി അങ്ങനെ തന്നെ ഞാൻ റിട്ടേൺ വന്ന് പിന്നെ അപ്പം ഡ്രസ്സാക്കിയിട്ടെല്ലാം വന്ന് പിന്നെ ഫാമിലീസിൽ കുറച്ചാളെല്ലാം വരാൻ സ്റ്റാർട്ടായി. പിന്നെ എൻ്റെ ഫാമിലി കുറച്ച് ലേറ്റായിട്ട് വന്നു. പിന്നെ ഓരെല്ലാം ഫാമിലീസിനെല്ലാം ഇങ്ങോട്ട് തന്നെ വിളിച്ചിട്ടുണ്ടായി. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് അപ്പോൾ നല്ലൊരു ഫങ്ഷനാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ ഭയങ്കര ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പം മംഗലാക്കണം. 9 month ആയതുകൊണ്ട് തന്നെ അങ്ങ് നല്ല പേടിയായിക്കോണുണ്ടായി. അപ്പം മംഗലാന്നിട്ട് മുന്നേ തന്നെ ബേബി വന്നെങ്കിൽ അപ്പോൾ എനിക്കിങ്ങനെ ഒരുങ്ങാനും ഇതാക്കാനും എന്ത് കാലാന്നിട്ട് എൻ്റെ മംഗളത്തിൻ്റെ ടൈമിൽ അങ്ങനെ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ട് റിസപ്ഷൻ ആയത് തന്നെ ഞാൻ ഇടയ്ക്ക് വന്നിട്ട് ഒരു 3 years എല്ലാം കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഇത് റിസപ്ഷനെല്ലാം ആയത്. അപ്പോൾ അതന്നെ ഞങ്ങൾക്ക് വലിയൊരു സമാധാനം ഉണ്ടായിട്ട്. അപ്പോൾ ഞാൻ അപ്പം മംഗലായെങ്കിലും കുറച്ച് ഞാൻ ആഗ്രഹിച്ച പോലെ നടക്കണം. അപ്പോൾ അൽഹംദുലില്ലാ ഇപ്പോൾ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ നടന്നിനി. ആഗ്രഹിച്ചതിനേക്കാളും നല്ലതിൽ തന്നെ നടന്നിനി. അപ്പോൾ അതിലേക്ക് നല്ലോണം എഫേർട്ട് എടുത്തിന്. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ഈ ഒരു ഡേ കഴിഞ്ഞാൽ. പിന്നെ ഈ ഒരു ഡേ കഴിയാത്ത ഞങ്ങൾക്ക് ഒരു ടെൻഷന് സമാധാനം ഉണ്ടായിട്ട് എന്തെങ്കിലും അടങ്ക് ഞാൻ അതിൻ്റെ ഇടയിൽ പെയിൻ വന്നിട്ട് പോയെങ്കിൽ ഈ പ്ലാനാക്കിയതെല്ലാം ഫ്ലോപ്പ് ആവും ചെലുത്തി. പിന്നെ നല്ലതിൽ തന്നെ നടന്നിന്. ഇതെല്ലാം എൻ്റെ ഫാമിലി, ഇതെല്ലാം അപ്പൂൻ്റെ ഫാമിലി. അപ്പോൾ എല്ലാവരും വന്നിട്ട് നല്ലതിൽ കഴിഞ്ഞിട്ട് പോയത്. അപ്പോൾ ഈ ഡേ ഞാനല്ല എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായി. പിന്നെ എൻ്റെ ഫാമിലിയും എല്ലാം ഉണ്ടായി. പിന്നെ കുറേ ക്ലിപ്പൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടാണ്. നമ്മൾ റീൽസും കാര്യങ്ങളെല്ലാം റീൽസിന് വേണ്ടിയിട്ടുള്ള ക്ലിപ്സും കാര്യങ്ങളെല്ലാം എടുത്തോണ്ടുണ്ടായി. പിന്നെ മെയിനായിട്ട് കറണ്ട് ഉണ്ടായിട്ട് അതാണ് മെയിനായിട്ട് ഫ്ലോപ്പായ സംഭവം. പിന്നെ വന്നത് മോർണിംഗ് പോയത് വന്നത് 3:30 മണിക്ക് അങ്ങനെ വന്നത് 3 മണിക്കെന്തോ. അതുവരെ ഞാൻ ഒരു റട്ടിൻ്റെ ഇത് പിടിച്ചിട്ട് എൻ്റെ ഫേസിലേക്ക് ഇങ്ങനെ വീജിക്കോണുണ്ടായത്. പിന്നെ ഇതാണ് എടുത്ത ഫാമിലി. ഉമ്മ, ഞാൻ, അപ്പോ പിന്നെ 2 സിസ്റ്റേഴ്സ് അടങ്ങിയിട്ടുള്ള നമ്മളൊരു ചെറിയ ഫാമിലി, ഹാപ്പി ഫാമിലി. പിന്നെ ഓരെല്ലാം ഓരോരോ പോസിന് വീഡിയോ എടുക്കാനും ഓരോരോ പോസെല്ലാം നിൽക്കുന്നുണ്ട്. പിന്നെ മൂത്തമ്മ, ഇളാമ്മ, അമ്മായി അങ്ങനെ എല്ലാവരും ഉണ്ട്, മക്കൾ അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൽ ആരെന്നിട്ടെല്ലാം ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ആക്കിയിട്ട് ചൊല്ലിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെതെന്നിട്ട് ഇത് അപ്പൂൻ്റെ ഉമ്മാൻ്റെ ഉമ്മ. അപ്പോൾ നമ്മളെല്ലാം മാമാന്ന്, പക്ഷെ നമ്മൾ കൈജുമാന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി. എന്തെല്ലെങ്കിൽ കൈജുമ്മ ഇടണ്ടായിട്ട് മുത്തമ്മൻ്റെ ഇടേണ്ടത്. അപ്പോൾ ഇതിലേക്ക് വന്നിട്ട് ഇപ്പോൾ കുറച്ച് ഡേയ്സായിട്ട് ഇടാനുള്ളത് ഭയങ്കരമായിട്ട് എനിക്ക് പ്യൂർ ലവ് എന്നിട്ട് തോന്നിയ
ഒരു പേഴ്സണാണ് കഴിച്ചുമ്മ. പിന്നെ അടുത്ത പരിപാടിയിൽ കഴിഞ്ഞിട്ട് എല്ലാവരിലും യാത്ര ചെല്ലിയിട്ട് ഞാൻ ഇച്ഛൻ്റെ ഒക്കെ ഉമ്മെല്ലാം മുമ്പ് തന്നെ പോയിന്. അപ്പോൾ ഇച്ഛ ബാബി ഇപ്പം നിങ്ങൾ വേണ്ട പോയിട്ടാ. അപ്പോൾ ഇച്ഛൻ്റെ ഒക്കെ നമ്മ പോകുന്നുള്ളത് അങ്ങനെ ഉമ്മ കരയാനെല്ലാം തുടങ്ങി. ഞാൻ നാളെ തന്നെ വരുമല്ലേ പിന്നെ എനിക്ക് കരയുന്നതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നിൽക്കുന്നതും അപ്പൻ്റെ പുരൽ തന്നെ. എൻ്റെ പുരൽ അത്ര സ്റ്റേ ആക്കാനൊന്നുമില്ല. അപ്പോൾ അതെല്ലാവർക്കും അറിയുമെന്ന് തോന്നുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ട് ഇവിടെ തന്നെ. അപ്പോൾ ഞാൻ പോയിട്ട് പിറ്റേ ദിവസം തന്നെ അപ്പം എന്നെ കൂട്ടാൻ വന്നിന്. ഇത് ഇച്ഛൻ്റെ മോന്. പിന്നെ ഞാൻ അടുത്തുനിന്ന് പോകുമ്പോൾ അങ്ങനെ അപ്പോൾ പിന്നെ അന്ന് തന്നെ എൻ്റെ പെരക്ക് വരുന്ന നെൽറ്റെല്ലാം ഉണ്ടായി. പക്ഷേ എങ്കിൽ അപ്പോൾ പറഞ്ഞു ചെലിട്ടെന്നെ ഉണ്ടായി. അപ്പോൾ ഞാൻ മിസ്സാന്നു. പക്ഷേ എന്താക്കുന്ന ഓറലല്ലേ അങ്ങനത്തെ നടപ്പില്ല. പിന്നെ പെരക്ക് പോയപ്പോൾ ഉമ്മ കുർത്തിയെല്ലാം ആക്കിയിട്ട് ഉള്ളൊക്കെ കയറ്റിയത്. ഉമ്മയല്ലേ നിൻ്റെ മേക്കപ്പ് എല്ലാം പോലെ കുർത്തി തേക്കണം ജസ്റ്റ് ആടുന്ന തന്നെ ഇതാക്കാൻ. ഞാൻ സാറില്ലേ എന്തെങ്കിലും പോകാനുള്ളത് തന്നെ അല്ലേ സാറില്ല നിങ്ങൾ കുർത്തിയെല്ലാം പങ്ങെല്ലാം തേക്കിന്ന്. അങ്ങനെ കുർത്തിയെല്ലാം തേച്ചിട്ടാണ് ഉള്ളൊക്കെ പോയത്. നേരിൽ ഇത് മംഗളത്തിനാണ് ഇതെന്തും നടന്നിട്ടില്ല. അപ്പോൾ ഇപ്പം അപ്പം മംഗളത്തിനാണ് ഇതെല്ലാം നടന്നത്. എന്തോ നമ്മൾ സ്പെഷ്യൽ ക്യാരക്ടർ ആകുമ്പോൾ ഭയങ്കര ഹാപ്പി. പിന്നെ പിറ്റേ ദിവസം തന്നെ അപ്പു വന്നിട്ടുണ്ടായി. അപ്പോൾ വന്നിട്ട് പിന്നെ ഞാൻ ചെറുങ്ങനെ ഒരുങ്ങിയിട്ട് പിന്നെ അപ്പൻ്റെ ഒക്കെ തന്നെ അപ്പൻ്റെ പേർക്ക് പോയി. അപ്പോൾ അത്ര തന്നെ അപ്പം മംഗളത്തിൻ്റെ വിശേഷം. പിന്നെ കുറേ ക്ലിപ്പ് എന്തോ എടുക്കാൻ കഴിഞ്ഞിട്ടാ. പിന്നെ ഞാൻ തന്നെ എല്ലാത്തിനും വീഡിയോ എടുക്കുക ചെലുത്തി ഞങ്ങൾക്ക് എൻജോയ് ആക്കാനും കഴിഞ്ഞിട്ടാ. അപ്പോൾ എൻജോയ് ആക്കാനും കഴിയലല്ല. അതിനോണ്ട് തന്നെ വീഡിയോ എല്ലാം എൻ്റെ ഇച്ഛൻ്റെ മോന് ഇച്ഛൻ്റെ മോള് ഓരെല്ലാം കൂടിയിട്ടാണ് എടുത്തത്. ഇതായിരുന്നു ബ്യൂട്ടീഷ്യൻ എടുത്തത് ബിഗ് മേക്ക് ഓവറും പറഞ്ഞിട്ട്. അപ്പോൾ ഓളെടുത്ത വീഡിയോ എനിക്ക് ഭയങ്കര ലൈക്കാണ്. ഈ വീഡിയോ എങ്കിലും എൻ്റെ ലുക്കായെങ്കിൽ ഭയങ്കര ലൈക്കായിന്. അപ്പോൾ എന്തെങ്കിലും ഓരോ പേജ് ഒന്ന് ചെക്ക് ആക്കിയിട്ട് നോക്കാം. പിന്നെ കുറേ എൻക്വയറി വന്നത് നമ്മളെ ഡെക്കോർ ആരിയ അതിൽക്ക് എത്ര പ്രൈസായി കാര്യങ്ങളെല്ലാം. അപ്പോൾ നമ്മൾ ഡെക്കോർ ആക്കിയത് ജോയ ഇവൻറ്റ്സ് ആണ്. അപ്പോൾ ഓരോ പേജും ചെക്കാക്കിയിട്ട് നോക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണോ അത് അങ്ങനെ ഓരോ സെറ്റാക്കി തല്ല തരും. കുറേ തീമിൽ ഓരോ സെറ്റാക്കി തരുന്നു. എൻഗേജ്മെൻറ്റ് ആയെങ്കിലും മോം ടു ബി ആയെങ്കിലും പിന്നെ എന്ത് ഫങ്ഷൻ ആണെങ്കിൽ തൊട്ടിലിട്ടല്ല എന്തുണ്ടെങ്കിൽ ഓരോ കോണ്ടാക്ട് ആക്കിയാൽ മതി. അപ്പോൾ നല്ല അടിപൊളിയാക്കി തരും. അപ്പോൾ ഓരോ കോണ്ടാക്റ്റും പേജിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൊടുക്കാം. പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസ് എല്ലാം റീൽസിന് വേണ്ടിയിട്ടാണ് എടുത്തത്. അപ്പോൾ അതെല്ലാം കാണാത്തവരെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് കൂടി ചെക്ക് ആക്കിയിട്ട് നോക്കാം. അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ സംഭവം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്ര തന്നെ അൽഹംദുലില്ലാ എല്ലാം റാഹത്തിൽ തന്നെ കഴിഞ്ഞ് അൽഹംദുലില്ലാ. അപ്പോൾ ഞാൻ എൻ്റെ ഡ്യൂ ഡേറ്റ് എടുത്തുകൊണ്ട് വന്നു. സോ എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് ഇതുമായിരിക്കണം. എനിക്കായെങ്കിൽ ബേബിക്ക് വേണ്ടിയിട്ട് നോർമൽ ഡെലിവറി ആകാനും ഹെൽത്തി ബേബി ആയിട്ട് കിട്ടാനും. അപ്പോൾ ഇൻഷാ അല്ലാ. അപ്പോൾ അത്ര തന്നെ കുറേ ആൾ ചോദിക്കുന്നുണ്ടായി മോം ടു ബി അതിൻ്റെ അപ്പം മംഗളത്തിൻ്റെ അന്ന് എടുത്ത വീഡിയോയിൽ. അപ്പോൾ അത്ര തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.